25/2/2017 സർക്കാർ ഉത്തരവ് നമ്പർ 3 വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു. അതിനാൽ സാർ, ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഗൗരവമുള്ളതല്ല. റൂൾ 50 പ്രകാരം വർക്കല MLA വി ജോയ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് നിയമസഭ പരിഗണിക്കുകയാണ്. മുഖ്യമന്ത്രിക്കായിരുന്നു നോട്ടീസെങ്കിലും മുഖ്യമന്ത്രി സഭയിലില്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത് പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫാണ്. സാധാരണക്കാർക്കോ ഉദ്യോഗസ്ഥർക്കോ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ട്രാൻസ്ഫറും ഒരു സ്ഥലം മാറ്റവും സർക്കാർ നടത്തിയിട്ടില്ല. ഭരണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില മാറ്റങ്ങളാണ് ഭരണനിർവഹണത്തിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. അതുമൂലം ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം അനധികൃതമായ സ്ഥലമാറ്റം നടക്കുന്നു, ചട്ടം ലംഘിച്ച് സ്ഥലമാറ്റം നടക്കുന്നു എന്ന ആരോപണം ശരിയല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് സണ്ണി ജോസഫ് മറുപടി നൽകിയത്. ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് വി ജോയ് MLA സംസാരിക്കുകയാണ്. വ്യാപകമായ സ്ഥലമാറ്റമാണ്, വൈദ്യുതിനിര്യാതന ബുദ്ധിയോടുള്ള ഇടപെടലാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഭരണപക്ഷ സർവീസ് സംഘടനകളുടെ താല്പര്യപ്രകാരമാണ് ട്രാൻസ്ഫറുകൾ നടക്കുന്നതെന്ന ആരോപണമാണ് വർക്കല MLA വി ജോയ് മുന്നോട്ട് വെക്കുന്നത്.